എനിക്ക് തോന്നുന്നത് സത്യത്തിൽ CPM ഒരു ഒരു ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു സ്ട്രാറ്റജി എന്താണെന്നുള്ള അവർക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം AK ബാലൻ പറഞ്ഞതിന് ഒരു വലിയ പരിധി വരെ മുഖ്യമന്ത്രി എൻഡോസ് ചെയ്യുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് CPMലെ പല നേതാക്കളും, ഞാൻ ഇന്നലെ LDFൻ്റെ കൺവീനർ TP രാമകൃഷ്ണൻ്റെ പ്രസ്താവന കൊണ്ട് അദ്ദേഹം പറഞ്ഞ് AK ബാലൻ അങ്ങനെ പറഞ്ഞിട്ട് അത് ഞങ്ങളുടെ നിലപാടല്ല, അത് ചില കാൽക്കുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയും. എന്ത് കാൽക്കുലേഷനാണ് AK ബാലനെന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് ദർ ഈസ് എ കാൽക്കുലേഷൻ. ഈ സംഗതികൾ കേരളത്തിലെ വർഗീയാന്തരീക്ഷം നമ്മൾ വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു 3 മാസം ഇനിയും ബാക്കിയുള്ള സമയത്ത് നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത്? നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളീയ സമൂഹത്തെ പരസ്പരം ഭിന്നിപ്പിച്ച് പരസ്പരം തമ്മിലടുപ്പിച്ചിട്ട് അതിരൂക്ഷമായിട്ടൊരു വർഗീയ കലാപത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലേക്കാണ്. ആ ശ്രമം വളരെ ആപൽക്കരമായിട്ട് ശ്രമമാണ്. ഒരു കാലകാരണവശാലും കേരളീയ സമൂഹം അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം 25 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവത്തെ ഇപ്പോൾ കൊണ്ടുവരികയാണ് AK ബാലൻ. എന്തടിസ്ഥാനത്തിൽ? ഏത് തരത്തിലുള്ള ഒരു ന്യായീകരണമാണ് ഈ മാറാട് വീണ്ടും വരും? മാറാട് വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ടോ എന്ന ചോദ്യം ഈ സന്ദർഭത്തിൽ ചോദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു വർഗീയ കലാപത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാനും ഒരു കലാപത്തിന് വിത്തിടാനും ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയാനുള്ള ഉത്തരവാദിത്തമുള്ള സർക്കാരിന് തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ കർശനമായ പൊസിഷൻ എടുക്കേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ AK ബാലനെ ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് എടുത്തത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കേസ് എടുക്കേണ്ടതാണ്. കാരണം ആ തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണലായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മളിതിന് ഡോഗ് വിസിലിംഗ് എന്ന് പറയും, ഒരു കമ്മ്യൂണലായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം ഒരു കാരണവശാലും പൊതുജന സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അത് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത് ഇവർ പറയുമ്പോൾ മാറാടിന് ശേഷമുള്ള കാലത്ത് എന്തെല്ലാം തരം കാര്യങ്ങളാണ്. മാഷാള്ളയുടെ കാര്യം പറഞ്ഞു. മാഷാള്ളയുമായിട്ട് നേരെ പോയിട്ട് എവിടെയാണ് TP ചന്ദ്രശേഖരൻ കൊന്നതിന് ശേഷം പിറ്റേന്ന് തന്നെ പത്രസമ്മേളനം വിളിച്ച് പല നേതാക്കളും പറഞ്ഞു ഇസ്ലാമിക തീവ്രവാദികളാണ് കൊല ചെയ്തത്. എന്നിട്ട് അവസാനം ആരോ കുഞ്ഞനെന്ന ഇസ്ലാമിക തീവ്രവാദിയോ? ഏത് ഇസ്ലാമിക പ്രസ്ഥാനവുമായിട്ട് കുഞ്ഞനെന്നൊരു ബന്ധം? കൊടിസുനി ഏത് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ആളാണ്? അപ്പോൾ ആ നിലയിൽ കേരളീയ സമൂഹത്തിനകത്ത് മുസ്ലിം വിരുദ്ധതയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയതും ആ മുസ്ലിങ്ങളെ ചാപ്പ കൊത്തുന്ന ഒരു രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഹിന്ദു വോട്ട് കിട്ടിക്കളും ഹിന്ദുക്കളുടെ വോട്ട് പിടിക്കാം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അത് ചിലവാകാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ ഹിന്ദു സമുദായം, കേരളത്തിലെ പ്രത്യേകിച്ച് പിന്നോക്ക ഹിന്ദു സമുദായം വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ അജണ്ട മനസ്സിലാക്കുകയും അതിനോട് ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് കേരളത്തിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ആ തരത്തിലൊരു വർഗീയതയുടെ അന്തരീക്ഷം സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം കേരളത്തിലെ ഈ മഹത്തായ ജനങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നുള്ളതാണ്. അത് മനസ്സിലാക്കി കൊണ്ടുപോകണം ബാലനെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഈ നിലപാടുകൾ എടുക്കാൻ. അത് വളരെ ആപൽക്കരമായ നിലപാടാണ്. ഒരു രാഷ്ട്രീയമായ താല്പര്യത്തിൽ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് ശരിയാണ്, പക്ഷേ നമ്മുടെ നാടിനെ കലാപത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നയിക്കാനുള്ള ഏത് നീക്കവും ഒരു കാരണവശാലും ജനങ്ങൾ അംഗീകരിച്ചു തരില്ല. അല്ല, പക്ഷേ ഇതിനകത്ത് NP ചെക്കുട്ടിയും ഈ ബാലനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന് MV ഗോവിന്ദൻ പറയുന്നത് പാർട്ടി ലൈനല്ല എന്ന നിലക്കുള്ള മറുപടിയാണ്. NN കൃഷ്ണദാസ് പറയുന്നത് അത് പാർട്ടി ലൈനല്ല എന്ന നിലക്കുള്ള മറുപടിയാണ്. പിണറായി വിജയൻ ആ ചോദ്യത്തെ ബാലനെ തള്ളിക്കളയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കേണ്ട ഒരു പൊസിഷൻ എന്താണെന്ന കാര്യത്തിൽ കാര്യമായ ആശയക്കുഴപ്പം. ഇപ്പോൾ സൈബർ സ്പേസിലേക്ക് പോയാൽ CPIമാരൊക്കെ ബാലൻ പരിധി വിട്ടു പോകുന്നു എന്നുള്ള ആക്ഷേപം പങ്കുവെക്കുകയാണ്. സോ ആകമാനം ആ പാർട്ടിക്ക് അകത്ത് തന്നെ നമ്മൾ എടുക്കേണ്ട പൊസിഷനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിങ്ങൾ ഓരോ കാര്യം പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരിക്കലും ഈ വർഗീയതയുടെ രാഷ്ട്രീയം അണികളെ കൊണ്ട്, സമൂഹത്തെ കൊണ്ട്, പാർട്ടി സംവിധാനത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള പ്രയാസമാണ്. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയുള്ള ആളുകൾ എല്ലായ്പ്പോഴും ഒരു മതേതരമായിട്ടുള്ള പ്രതിച്ഛായ, മതേതരമായിട്ടുള്ള പ്രതിബദ്ധത എന്നും പുലർത്തിയിട്ടാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളുടെ പേരിൽ, രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് പിടിക്കാനുള്ള ചില നീക്കങ്ങളുടെ പേര് ഇന്ന് കേരളീയ സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാനും ആ വോട്ടുകൾ പൂർണ്ണമായിട്ടും കൈയടക്കാനുള്ള ഒരു ശ്രമം ഇന്നുണ്ട്. പക്ഷേ ആ ശ്രമം യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തുള്ള ആളുകൾ പോലും അംഗീകരിക്കാനിടയില്ല. അതിന് ചില തെളിവുകൾ കഴിഞ്ഞ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തരത്തിലുള്ള എന്താ പറയുക, അവസരവാദപരമായ നിലപാടുകളെ ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നതിൻ്റെ നിരവധി ലക്ഷണങ്ങൾ കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള പല പ്രദേശങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും സോളിഡായിട്ടുള്ള പ്രദേശങ്ങളിൽ വോട്ടുകൾ മാറിപ്പോയതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന ദേ ആർ കൺഫ്യൂസ്ഡ് റിയലി. പൊളിറ്റിക്കലായിട്ട് ഏത് നിലപാടിലേക്കാണ് പോകേണ്ടതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ എന്തായാലും ശരി പൊതുസമൂഹത്തിന് മുമ്പിൽ അവരിപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.